ഹായ് ഹലോ. കൂട്ടുപലിശയുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ പഠനം ഇന്ന് രണ്ടാമത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നു. ഒന്നാമത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമ്മുടെ അപ്ഡേഷൻസ് കറക്റ്റായിട്ട് കിട്ടാൻ ഈ സൈഡിൽ കാണുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ജോസ് കാപ്പൻ എന്ന് നമ്മൾ ഈ സൈഡിൽ കാണുന്നത് പോലെ തന്നെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ടെലഗ്രാമിൽ. അപ്പോൾ അപ്ഡേഷൻസ് ഒക്കെ ഡെയിലി ഇടുന്ന കണ്ടൻറ്റുകൾ മിസ്സാവാതിരിക്കും. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ. ഇവിടെ ഒരു 2 ചോദ്യമുണ്ട്, പിന്നെ ഇവിടെ ഒരു 4 ചോദ്യമുണ്ട്. അങ്ങനെ 6 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻസർ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് ഒന്ന് ചെയ്തു നോക്കണം. കിട്ടാതെ വരുന്നതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാണുക. അറിയത്തില്ലാത്ത മാത്സിൽ പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾ എക്സ്പ്ലനേഷൻസ് നന്നായിട്ട് കണ്ട് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, തുടങ്ങിയാലോ ഓരോ ചോദ്യങ്ങളായിട്ട്. ഉഴപ്പാൻ സമയമില്ല, ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ്. ജീവിതത്തിൻ്റെ കുറച്ച് ഒരു കാലയളവ് നന്നായി കഷ്ടപ്പെട്ടാൽ അത് കഴിഞ്ഞ് വരുന്ന ഒത്തിരി കാലയളവ് സന്തോഷിക്കാനും അഭിമാനം ഉണ്ടാവാനും വീട്ടുകാർക്കും നാട്ടുകാർക്കും നമുക്കും നമ്മളെക്കുറിച്ച് തന്നെ അഭിമാനം ഉണ്ടാകാനും ഇടയാകും. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഉഴപ്പുകളൊക്കെ മാറ്റിവെച്ച്, ഇപ്പോൾ ഉള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പഠിത്തത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക കേട്ടോ. ശരി, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം, എത്ര കാലം കൊണ്ട് 2400 രൂപ 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയായിട്ട് മാറും? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2000 രൂപ എത്രയായിട്ട് മാറണം എന്നാണ് പറഞ്ഞേക്കുന്നത്? 2000 അല്ല, 2400 രൂപ എത്രയായിട്ട് മാറണം എന്നാണ് പറഞ്ഞേക്കുന്നത്? 2646 രൂപയായിട്ട് മാറണം. 5% നിരക്കിൽ അതിനെത്ര വർഷം വേണ്ടി വരും എന്നതാണ് നമ്മുടെ ചോദ്യം, അല്ലേ? അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ മക്കളെ, 2400 രൂപ 2646 രൂപയാകണമെങ്കിൽ അവിടെ 246 രൂപ പലിശ കിട്ടണം, അല്ലേ? അപ്പം ചോദ്യം ഇതാണ്, 246 രൂപ പലിശ കിട്ടണം. 2400 രൂപയ്ക്ക് 5% നിരക്കിൽ അതിന് എത്ര വർഷം വേണ്ടി വരുന്ന ചോദ്യം. ഓക്കെ, ഇങ്ങനെ കൂട്ടുപലിശയുടെ ചോദ്യങ്ങളിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇങ്ങനെ കൂട്ടുപലിശയുടെ ചോദ്യങ്ങളിൽ കാലയളവ് കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഒന്നുമില്ല, സിമ്പിൾ പരിപാടി. ആദ്യത്തെ വർഷത്തെ പലിശ അങ്ങ് കണ്ടുപിടിക്കുക. നിങ്ങൾക്കത് കാണാം, കാരണം പ്രിൻസിപ്പൽ എമൗണ്ടും അറിയാം, പലിശ നിരക്കും അറിയാം. പ്രിൻസിപ്പൽ എമൗണ്ട് 2400 പലിശ നിരക്ക് 5%. അപ്പോൾ 2400-ൻ്റെ 5% നമുക്ക് ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ. 2400-ൻ്റെ 10% 240, 5% 120. ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ 120 രൂപയാണ്. ക്ലിയർ അല്ലേ മക്കളെ? രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ 120 സംതിങ് ആയിരിക്കും. അത് കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. നിങ്ങൾ നോക്കിക്കേ, 2 വർഷം കൊണ്ട് 240 രൂപ സംതിങ് കിട്ടി. നമുക്ക് കിട്ടേണ്ടത് 246 രൂപയല്ലേ 2 വർഷം കൊണ്ട്, അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ്? 2 വർഷം. 2 വർഷം കൊണ്ട് 240 രൂപ സംതിങ് പലിശ കിട്ടിയെങ്കിൽ 246 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം വേണമെന്ന് മനസ്സിലാക്കാം? 2 വർഷം വേണമെന്ന് മനസ്സിലാക്കാം. ആൻസർ 2. ഇങ്ങനെ സിമ്പിളായിട്ട് കാലയളവ് കാണാം. നിങ്ങൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ ഒന്നും പോകണ്ട. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഈ ചോദ്യം കൂട്ടുപലിശയുടെ ചോദ്യമാണ്, കാലയളവ് കാണാനാണ്. കൂട്ടുപലിശയുടെ ചോദ്യങ്ങളിൽ കാലയളവ് കാണാൻ വന്നാൽ ആദ്യത്തെ വർഷത്തെ പലിശയും കണ്ടുപിടിക്കുക. ആദ്യത്തെ വർഷത്തെ പലിശ 2400-ൻ്റെ 5%. 10% 240, 5% 120. അപ്പോൾ ആദ്യത്തെ വർഷത്തെ പലിശ 120 രൂപ എന്ന് കിട്ടി. ശരി, രണ്ടാമത്തെ വർഷത്തെ പലിശ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഇനി നിങ്ങൾ അത് കണ്ടുപിടിച്ച് സമയം കളയണ്ട. രണ്ടാമത്തെ വർഷത്തെ പലിശ ആദ്യത്തെ വർഷത്തെ പലിശയേക്കാൾ കൂടുതലാണെന്ന് ഉറപ്പാണല്ലോ. അപ്പം ഞാൻ 120 സംതിങ് എടുത്തു. അപ്പോൾ 2 വർഷം കൊണ്ട് 240 സംതിങ് പലിശ കിട്ടിയില്ലേ? 246 പലിശ കിട്ടേണ്ടത്. അപ്പം ആൻസർ എന്താ? 2 വർഷം. അപ്രോക്സിമേറ്റ് വില എടുത്താൽ മതി, എക്സാക്റ്റ് വില എടുക്കേണ്ട. ഓപ്ഷൻ 1 വർഷം, 2 വർഷം, 3 വർഷം ഇങ്ങനെ തരത്തുള്ളൂ. അല്ലാതെ 2 വർഷം 10 മാസം, 2 വർഷം 3 മാസം അങ്ങനെ തരാറില്ല. കംപ്ലീറ്റ് ഇയറേ തരാറുള്ളൂ.
അപ്പം 240 രൂപ പലിശ കിട്ടാൻ 246 രൂപ പലിശ കിട്ടാൻ 2 വർഷം വേണമെന്ന് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ കൂട്ടുപലിശ രീതിയിൽ 8,000 രൂപ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. പലിശ നിരക്ക് ആദ്യ വർഷം 9%, രണ്ടാം വർഷം 10%, 2 വർഷം കഴിയുമ്പോഴുള്ള നിക്ഷേപം എത്ര, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ആകെ എത്ര കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഇത് നല്ല ചോദ്യമാണ്, ഒന്ന് നോട്ട് ചെയ്തേരെ. കൂട്ടുപലിശയുടെ ചോദ്യമാണ്, പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന 1 to 1 മെത്തേഡ് ഒന്നും ചെയ്താൽ കിട്ടില്ല, ശ്രദ്ധിച്ച് ചെയ്തോണം. അതായത് 8,000 രൂപയാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്, ആണോ മക്കളെ? ഇനി 2 വർഷത്തേനാണ് നിക്ഷേപിക്കുന്നത്. ഇതിൽ ആദ്യത്തെ വർഷം നമുക്ക് തരുന്നത് 9% പലിശയും, രണ്ടാമത്തെ വർഷം നമുക്ക് തരുന്നത് 10% പലിശയാണ്. സാധാരണ ഒരേ പലിശ നിരക്കിൻ്റെ അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇത് വ്യത്യസ്തമാവും. ആദ്യത്തെ വർഷത്തെ പലിശയല്ല രണ്ടാമത്തെ വർഷം തരുന്നത്. എങ്കിൽ 2 വർഷം കൊണ്ട് എത്ര കൂട്ടുപലിശ കിട്ടുന്നതാണ് ചോദ്യമേ. ചെയ്യാനുള്ള മെത്തേഡ് ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യത്തെ വർഷം നമുക്ക് എത്ര രൂപ പലിശ കിട്ടും മക്കളെ? 8,000 രൂപയുടെ, ഇതല്ലേ പ്രിൻസിപ്പൽ എമൗണ്ട്, 9% പലിശ കിട്ടും. 8,000-ന്റെ 1% എന്ന് പറഞ്ഞാൽ 80 രൂപയാണ്. അപ്പോൾ 9% എന്ന് പറഞ്ഞാൽ 9×8 72, 720 രൂപയാണ് ആദ്യത്തെ വർഷം നമുക്ക് പലിശയായിട്ട് കിട്ടുന്നത്. ഒന്നുകൂടെ പറയാം, 8,000 പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, 9% പലിശ നിരക്ക്. ആദ്യത്തെ വർഷത്തെ പലിശ 8,000-ന്റെ 9%ആണ്. 8,000-ന്റെ 1% എന്ന് പറഞ്ഞാൽ 80 ആണ്. അപ്പോൾ 9%, 80 × 9, 9×8 72, 720 രൂപയാണ് ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ. ഓക്കെ, ഇപ്പം നമ്മുടെ പേരിൽ എത്ര രൂപ ബാങ്കിലുണ്ട്? 8,000 നമ്മൾ നിക്ഷേപിച്ച എമൗണ്ട് ആണ്. 1 വർഷം കൊണ്ട് 720 രൂപ കിട്ടുകയും കൂടെ ചെയ്തു. അപ്പം നമ്മുടെ പേരിൽ 8,720 രൂപ ബാങ്കിലുണ്ട്. രണ്ടാമത്തെ വർഷം അവർ തരുന്ന പലിശ 8,720-ന്റെ 10%. കാരണം രണ്ടാമത്തെ വർഷത്തെ പലിശ 10%. അപ്പം രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ എത്രയാണ് മക്കളെ? 8,720-ന്റെ 10%. എത്രയാത്? 872 രൂപ. കണ്ടോ, ഇതാണ് രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ. ആദ്യത്തെ വർഷം കിട്ടിയത് 720, രണ്ടാമത്തെ വർഷം കിട്ടിയത് 872. അപ്പം 2 വർഷം കൊണ്ട് ആകെ കിട്ടുന്ന പലിശ 720 + 872 ആണ് അല്ലേ? ഓക്കെ, കൂട്ടുമ്പം 720 + 872 1,592 കിട്ടും. ശരിയല്ലേ? ചോദ്യം ആകെ നിക്ഷേപം എത്രയാകുന്നു? ആകെ നിക്ഷേപം അറിയാൻ മുതലും പലിശയും കൂടെ കൂട്ടണം. മുതൽ എത്രയാണ് മക്കളെ? മുതൽ 8,000 അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ 8,000 കൂടെ കൂട്ടുന്നതല്ലേ ഉത്തരം? ആണ് അല്ലേ? അപ്പം നമുക്ക് 2, 9, 5, 9 എന്ന് കിട്ടും. 95, 92 എന്ന് കിട്ടും. 95, 92. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണെന്ന് മനസ്സിലാക്കാം. കണ്ടോ? അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. വെറുതെ 1 to 1 മെത്തേഡ് മാത്രമൊക്കെ ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ചെയ്യാൻ പറ്റാതായി പോകും. ആദ്യത്തെ വർഷത്തെ പലിശ 720 രൂപ. ഇപ്പോൾ നമ്മുടെ പേരിൽ മുതലും പലിശയും കൂടെ കൂട്ടി 8,720 രൂപയുണ്ട്. രണ്ടാമത്തെ വർഷം അതിൻ്റെ 10% പലിശ കിട്ടും. അതിൻ്റെ 10% 872 രൂപ. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ പലിശ 872, ഒന്നാമത്തെ വർഷത്തെ 720. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1,592 രൂപയാണ് 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ. ആകെ നിക്ഷേപം എത്രയാണെന്ന് വെച്ചാൽ മുതലും പലിശയും കൂടെ കൂട്ടണം. ഓക്കെ അല്ലേ മക്കളെ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടുപലിശയിൽ ഒരു തുക 8 വർഷത്തിനുള്ളിൽ ഇരട്ടിയാകുന്നു. എത്ര സമയത്തിനുള്ളിൽ ഇത് 8 മടങ്ങായി മാറും? ഇത് കൂട്ടുപലിശയെന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. അതായത് ഇരട്ടിയാവാൻ 8 വർഷം. ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 മടങ്ങ് എന്നാണ് അല്ലേ? 2 മടങ്ങാവാൻ എത്ര വർഷം വേണം മക്കളെ? 2 മടങ്ങാവാൻ 8 വർഷം വേണം. 2 മടങ്ങാവാൻ 8 വർഷം വേണം. എങ്കിൽ 8 മടങ്ങാവാൻ എത്ര വർഷം വേണമെന്ന ചോദ്യം. 8 മടങ്ങാകാൻ എത്ര വർഷം? 2 മടങ്ങാകാൻ 8 വർഷം വേണമെങ്കിൽ 8 മടങ്ങാവാൻ എത്ര വർഷം? ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ എടുത്തെഴുതുക. ഇനി 2ൻ്റെ താഴെ കിടക്കുന്ന 8 കിട്ടാൻ 2ൻ്റെ പവർ ഏത് വരണം നോക്കുക.
2/3 അല്ലേ മക്കളെ 8? ഒന്നുകൂടെ പറയാം. 2 മടങ്ങാവാൻ 8 വർഷം, 8 മടങ്ങാവാൻ എത്ര വർഷം എന്ന ചോദ്യം. 2ൻ്റെ താഴെ കിടക്കുന്ന 8 കിട്ടാൻ 2ൻ്റെ പവർ ഏത് വരണം നോക്കുക. 2 ക്യൂബാണ് 8 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2ൻ്റെ പവറായിട്ട് വരേണ്ട സംഖ്യ 3 അല്ലേ. ആ 3ഉം ഈ വർഷവും കൂടെ ഗുണിക്കുന്നതായിരിക്കും ഉത്തരം. 8 × 3 24 ഈ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ 2ൻ്റെ താഴെ കിടക്കുന്ന 8 കിട്ടാൻ 2ൻ്റെ പവറായിട്ട് എഴുതാൻ കഴിയുന്ന ഒരു സംഖ്യയെ താഴെ തരത്തുള്ളൂ. അപ്പോൾ അത് ഓർത്തോ, നിങ്ങൾ പേടിക്കേണ്ട. 2ൻ്റെ പവറായിട്ടുള്ള 8 കിട്ടാൻ 2ൻ്റെ താഴെ കിടക്കുന്ന 8 കിട്ടാൻ 2ൻ്റെ പവറായിട്ട് ഏത് വരണം നോക്കിയാൽ മതി. 2 ക്യൂബാണ്. ആ സംഖ്യയും വർഷവും കൂടെ ഗുണിക്കുന്നതായിരിക്കും എപ്പോഴും ഉത്തരം. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. 2 വർഷത്തേക്ക് ഒരു നിശ്ചിത തുകയുടെ 4% കൂട്ടുപലിശ 2448 അതേ കാലയളവിലെ അതേ നിരക്കിലുള്ള അതേ തുകയുടെ ലളിതമായ പലിശ. അപ്പോൾ 2 വർഷത്തേക്കുള്ള കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത്. ഞാനൊരു ഇക്വേഷൻ പറയാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇക്വേഷൻ ഇതാണ്: കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 200 + R ഡിവൈഡഡ് ബൈ 200. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 200 + R ഡിവൈഡഡ് ബൈ 200 പഠിച്ചു വെച്ചോണേ. ഇത്തരം സാഹചര്യങ്ങളിൽ യൂസ് ചെയ്തോണം. ഇതല്ലാതെ ചെയ്യാൻ പോയാൽ ആകെ ബുദ്ധിമുട്ടാണ്. 2 വർഷ കാലയളവിലേക്ക് CI/SI 2 വർഷ കാലയളവിലേക്ക് ഇക്വേഷൻ ശരിയാവുന്നത് CI/SI ഈക്വൽ ടു 200 + R / 200. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2448 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് SI കാണാനാണ് ചോദ്യം അല്ലേ. ഓക്കെ, 200 + R. ഇവിടെ പലിശ നിരക്ക് 4% തന്നിട്ടുണ്ടല്ലോ. 200 + R എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 204 ഡിവൈഡഡ് ബൈ 200 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് SI കാണാൻ വേണ്ടി SI ഈക്വൽ ടു 2448 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 204 എന്ന് വരും അല്ലേ മക്കളെ. നമുക്ക് സോൾവ് ചെയ്യാം. ഇത് 2 വെച്ച് വെട്ടിക്കളയുമ്പം 102 വരും. ഇത് 100 വരും ആണോ. വീണ്ടും 2 വെച്ച് വെട്ടുമ്പോൾ 51 വരും. ഇത് 50 വരും. ശരിയല്ലേ? 51 ഇതും കൂടെ വെട്ടിക്കളയാം മക്കളെ. 2448 51 48 തവണയാണ്. സോ 48 × 50 എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ ഉത്തരം. എത്ര കിട്ടും? 2400 കിട്ടും. സോൾവ് ചെയ്ത് എടുക്കുമ്പം ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. CI/SI ഈക്വൽ ടു 200 + R ഡിവൈഡഡ് ബൈ 200. ഫോർ 2 ഇയേഴ്സിൻ്റെ കേസിലാണ് 2 വർഷത്തെ കൂട്ടുപലിശയൊക്കെ തന്നിട്ട് 2 വർഷത്തെ സാധാരണ പലിശയൊക്കെ കാണാൻ ചോദിക്കുമ്പം നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാമെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് മക്കളെ. നോക്ക്, പ്രതിവർഷം 5% എന്ന നിരക്കിൽ 2 വർഷത്തേക്ക് ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശ 2050 2 വർഷത്തേക്ക് ഇതേ നിരക്കിൽ അതിൻ്റെ ലളിതമായ സാധാരണ പലിശ എത്രയായിരിക്കും? സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ CI ഡിവൈഡഡ് ബൈ SI ഈക്വൽ ടു 200 + R ഡിവൈഡഡ് ബൈ 200. ക്ലിയർ ആണല്ലോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CI എത്രയാണെന്നാണ് പറഞ്ഞ് 2050. SI കാണാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. 200 + R പലിശ നിരക്ക് ഇവിടെ 5% 200 + 5 205 ഡിവൈഡഡ് ബൈ 200 ഉത്തരം ആണോ. ഓക്കെ, SI കണ്ടുപിടിക്കാമല്ലോ. SI കാണാൻ വേണ്ടി ഈ 2050 × 200 ബൈ 205 എന്ന് വരും അല്ലേ മക്കളെ. 205ഉം ഇതും കൂടെ വെട്ടിക്കളയാം. ഒരു തവണ 10. സോ ആൻസർ 2000 എന്ന് കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ചോദിച്ച ചോദ്യമാണ്. കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 8% നിരക്കിൽ 3 വർഷത്തിനുള്ളിൽ മൊത്തം ഇത്രയാണ്
എങ്കിൽ മുതൽ എത്ര എന്നാ ചോദ്യം. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, 2 വർഷ കാലയളവിലേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ നിങ്ങളിങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ പഠിച്ചോ. PR² / 10,000 ആണ്. ഇതാണ് 2 വർഷ കാലയളവിലേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ. PR² / 10,000 ഫോർ 2 years. ഓക്കെ, നിങ്ങൾ ഈ 1 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ചെയ്യുന്നതെങ്കിൽ ഇത് പഠിച്ചോണം കേട്ടോ. 2 വർഷ കാലയളവിലേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിൽ വ്യത്യാസം കാണാൻ PR² / 10,000 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. കാരണം മുതലൊക്കെ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരുമ്പം നമ്മൾ 1 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ ചെയ്യാൻ പോയാൽ നമുക്ക് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഫോർ 2 years ഇത് പഠിക്കണം. ഇനി ഇവിടെ ഫോർ 3 yearsആണ്. അപ്പോൾ 3 years ചോദിച്ചാലും ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അല്ലെ പിന്നെ ഓപ്ഷനൊക്കെ എടുത്ത് ചെയ്യേണ്ടി വരും. 3 years ചോദിച്ചാൽ ഇതുപോലെ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PR² / 10,000 ഇൻറ്റു 3 + R/100. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട് മക്കളെ. 3 വർഷ കാലയളവിലേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ. 2 വർഷ കാലയളവിലേക്കുള്ള ഇക്വേഷൻ ഇത്, 3 വർഷ കാലയളവിലേക്കുള്ള ഇക്വേഷൻ. കണ്ടാൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് ആണെങ്കിൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷനിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഇത് പഠിച്ചു വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. വലിയ ഇക്വേഷനാണ്. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത ചോദ്യമൊന്നുമല്ല, ഇക്വേഷനൊന്നുമല്ല, ചോദിച്ചതാണ്. ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ചുകൂടെ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശ്രദ്ധിച്ചോ, വ്യത്യാസം എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 3 വർഷത്തേക്ക് 9856 വ്യത്യാസം. ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. R² എന്ന് പറഞ്ഞാൽ 8 പലിശ നിരക്ക്. R² 64 / 10,000. ഓക്കെ, 3 + R/100. ഓക്കെ, 3 × 100 300, 300 + 8 308 എന്ന് വരും. ഓക്കെ, /100. ഇത് സോൾവ് ചെയ്യുന്നതായിരിക്കും മക്കളെ ഉത്തരം, അല്ലേ? നമുക്ക് ആക്ച്വലി ഇവന്മാരെ രണ്ടും ആദ്യം അങ്ങ് തട്ടിക്കളയാം. 154 ഇത് 50 കിട്ടും. ശരിയാണോ? ഇനി ഇതും കൂടെ ഡയറക്റ്റ്ലി വെട്ടിക്കളയാം. 98 56 / 64 എന്ന് പറഞ്ഞാൽ 154 കറക്റ്റ് കിട്ടും. ഓക്കെ, ആ 154 ഈ 154 കൂടെ തട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു ഈ 10,000 50 കൂടെ 50,000 എന്ന് കിട്ടും. 50,000 അല്ല, 5 ലക്ഷം. 4 1 5 0 ഉണ്ട്. 5 ലക്ഷം എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, സമയം കളയുന്ന ചോദ്യമാണ്. വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. ഡിഗ്രിയുടെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. താങ്ക് യു.